തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമെന്നും നടൻ ദിലീപ് കോടതി വിധിക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു നടൻ. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. തന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കേസിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറയുന്നതായും ദിലീപ് പറഞ്ഞു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടിയെടുത്തത്. അതിനായി മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു. പോലീസ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. കോടതി വിധി വന്നതോടെ പോലീസിന്റെ കള്ളക്കഥ പൊളിഞ്ഞു. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചതാണ്. സമൂഹത്തിൽ എന്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത്. കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുന്നു. വക്കീലായ രാമൻ പിള്ളയോടും നന്ദി, ദിലീപ് പറഞ്ഞു. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഗൂഢാലോചനാവാദം ആദ്യം ആരോപിക്കപ്പെട്ടത് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച താരസംഘടനയായ അമ്മ കൊച്ചിയിൽ നടത്തിയ യോഗത്തിലാണ്. നടി മഞ്ജു വാര്യരാണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത്. ഈ കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായിരുന്ന മഞ്ജു കോടതിയിൽ നൽകിയ മൊഴികൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കോടതി വിധിയിലൂടെ മാത്രമേ ഈ മൊഴികൾ പുറത്തുവരൂ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.